ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് PSC പഠനത്തിൽ ഒഴിച്ചുകൂട്ടാനാവാത്ത ചില കൃതികളും അവയുടെ എഴുത്തുകാരെയും പറ്റിയിട്ടാണ്. നമുക്ക് ഏതൊക്കെയാണ് ആ കൃതികളും അവ എഴുതിയത് ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് തകഴി ശിവശങ്കരപ്പിള്ള. തകഴി ശിവശങ്കരപ്പിള്ളയുടെ പ്രധാനപ്പെട്ട 4 കൃതികളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് ചെമ്മീൻ. തകഴി ശിവശങ്കരപ്പിള്ളയുടെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കൃതിയാണ് ചെമ്മീൻ. കയർ, രണ്ടിടങ്ങഴി, തോട്ടിയുടെ മകൻ. തകഴി ശിവശങ്കരപ്പിള്ളയുടെ പ്രധാനപ്പെട്ട 4 കൃതികൾ ഏതൊക്കെയാണ്? ചെമ്മീൻ, കയർ, രണ്ടിടങ്ങഴി, തോട്ടിയുടെ മകൻ. ചെമ്മീൻ, കയർ, രണ്ടിടങ്ങഴി, തോട്ടിയുടെ മകൻ. തകഴി ശിവശങ്കരപ്പിള്ളയുടെ പ്രധാനപ്പെട്ട 4 കൃതികളാണ് ചെമ്മീൻ, കയർ, രണ്ടിടങ്ങഴി, തോട്ടിയുടെ മകൻ. അടുത്തതായിട്ട് നമുക്ക് CV രാമൻപിള്ള നോക്കാം. CV രാമൻപിള്ളയുടെ പ്രധാനപ്പെട്ട 3 കൃതികളാണ് മറക്കാൻ പാടില്ല. ഒന്ന് പ്രേമാമൃതം, ധർമ്മരാജ, മാർത്താണ്ഡവർമ്മ. ഏതൊക്കെയാണ്? CV രാമൻപിള്ളയുടെ പ്രധാനപ്പെട്ട 3 കൃതികളാണ് പ്രേമാമൃതം, ധർമ്മരാജ, മാർത്താണ്ഡവർമ്മ. തകഴി ശിവശങ്കരപ്പിള്ളയുടെ കൃതികൾ ചെമ്മീൻ, കയർ, രണ്ടിടങ്ങഴി, തോട്ടിയുടെ മകൻ. CV രാമൻപിള്ളയുടെ കൃതികൾ പ്രേമാമൃതം, ധർമ്മരാജ, മാർത്താണ്ഡവർമ്മ. O ചന്തുമേനോൻ്റെ കൃതികൾ നോക്കാം. 2 എണ്ണമാണ് പ്രധാനമായിട്ടും. ഒന്ന് ഇന്ദുലേഖ, മറ്റൊന്ന് ശാരദ. ഇന്ദുലേഖ, ശാരദ. O ചന്തുമേനോൻ്റെ പ്രധാനപ്പെട്ട 2 കൃതികളാണ് ഇന്ദുലേഖയും ശാരദയും. നമുക്കിതെല്ലാം ഒന്നും കൂടി നോക്കാം. തകഴി ശിവശങ്കരപ്പിള്ളയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ചെമ്മീൻ, കയർ, രണ്ടിടങ്ങഴി, തോട്ടിയുടെ മകൻ. CV രാമൻപിള്ളയുടെ കൃതികളാണ് പ്രേമാമൃതം, ധർമ്മരാജ, മാർത്താണ്ഡവർമ്മ. O ചന്തുമേനോൻ്റെ കൃതികളാണ് ഇന്ദുലേഖ, ശാരദ. അപ്പു നെടുങ്ങാടിയുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് കുന്തലത. അപ്പു നെടുങ്ങാടിയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് കുന്തലത. MT വാസുദേവൻ നായരുടെ പ്രധാനപ്പെട്ട 3 കൃതികളാണ് നമ്മൾ നോക്കുന്നത്. അസുരവിത്ത്, രണ്ടാമൂഴം, നാലുകെട്ട്. അസുരവിത്ത്, രണ്ടാമൂഴം, നാലുകെട്ട്. MT വാസുദേവൻ നായരുടെ പ്രധാനപ്പെട്ട കൃതികളാണ് അസുരവിത്ത്, രണ്ടാമൂഴം, നാലുകെട്ട്. കേരളവർമ്മ വലിയകോയി തമ്പുരാൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് മയൂര സന്ദേശം. മയൂര സന്ദേശം എഴുതിയതാരാണ്? കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. അപ്പോൾ അപ്പു നെടുങ്ങാടിയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് കുന്തലത. MT വാസുദേവൻ നായരുടെ പ്രധാനപ്പെട്ട കൃതികളാണ് അസുരവിത്ത്, രണ്ടാമൂഴം, നാലുകെട്ട്. കേരളവർമ്മ വലിയകോയി തമ്പുരാൻ്റെ കൃതിയാണ് മയൂര സന്ദേശം. നമുക്കൊന്നും കൂടി നോക്കാം. മയൂര സന്ദേശം എഴുതിയത് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. MT വാസുദേവൻ നായരുടെ പ്രധാനപ്പെട്ട കൃതിയാണ് അസുരവിത്ത്, രണ്ടാമൂഴം, നാലുകെട്ട്. അപ്പു നെടുങ്ങാടിയുടെ കൃതിയാണ് കുന്തലത. O ചന്തുമേനോൻ്റെ പ്രധാനപ്പെട്ട 2 കൃതികളാണ് ഇന്ദുലേഖ, ശാരദ. CV രാമൻപിള്ളയുടെ കൃതിയാണ് പ്രേമാമൃതം, ധർമ്മരാജ, മാർത്താണ്ഡവർമ്മ. തകഴി ശിവശങ്കരപ്പിള്ളയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് ചെമ്മീൻ, കയർ, രണ്ടിടങ്ങഴി, തോട്ടിയുടെ മകൻ. റിപ്പീറ്റ് ചെയ്ത് ഈ പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിച്ചു വെക്കുക. ഉറപ്പായിട്ടും നമുക്ക് PSCയുടെ പല പരീക്ഷകളിലായിട്ട് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കൃതികളും അവയുടെ എഴുത്തുകാരുമാണിത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം.